പത്തനംതിട്ട കല്ലറപ്പാറ ശിവക്ഷേത്രത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. പൂജാ സാധനങ്ങളും മറ്റും തകർത്തു. വിളക്കുകളും ബോർഡുകളും ഒക്കെ തകർത്ത നിലയിലാണ്. മദ്യപ സംഘത്തിന്റെ ശല്യം പ്രദേശത്ത് പതിവെന്ന് നാട്ടുകാർ പറയുന്നു. കല്ലറപ്പാറ ശിവക്ഷേത്രത്തിൽ ഇന്നലെ വൈകിട്ടാണ് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായത്. ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിളക്കുകളും പൂജാ സാധനങ്ങളും എല്ലാം വലിച്ചെറിഞ്ഞ നിലയിലാണുള്ളത്. ക്ഷേത്രത്തിലെ ബോർഡുകൾ തകർത്തു. ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പരാതികൾ നേരത്തെയും ഉയർന്നിട്ടുള്ളതാണ്. നേരത്തെ BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമര പരിപാടികൾ, ഹർത്താൽ ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളുമായിട്ട് ക്ഷേത്രം സംരക്ഷിക്കണമെന്നുള്ള ആവശ്യമായി മുന്നിട്ടിറങ്ങുന്ന സംഭവങ്ങളൊക്കെ നേരത്തെയും ഉണ്ടായിട്ടുള്ളതാണ്. പ്രദേശത്ത് മദ്യപ സംഘത്തിന്റെ ശല്യം രൂക്ഷമാണെന്നും നാട്ടുകാർ അറിയിക്കുന്നു. സ്വയംഭൂ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം നാട്ടുകാരാണ് പരിപാലിച്ചു വരുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളും മറ്റു കാര്യങ്ങളും എല്ലാം നിർവഹിക്കുന്നതിന്, പൂജാ കർമ്മങ്ങളും ഒക്കെ നിർവഹിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഇനിയും ഉണ്ടാകണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകരുത് എന്നുള്ള ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് നാട്ടുകാരും. ഇപ്പോൾ ഈ പ്രദേശത്തെ BJP നേതാക്കൾ ചേരുന്നുണ്ട്. ഇവർ ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്. കഴിഞ്ഞ നാളുകളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ പതിവായപ്പോൾ സമര പരിപാടികൾ, ഹർത്താൽ ഉൾപ്പെടെ നടത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധം നടത്തിയത്. വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് പ്രതിഷേധം പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട്? അതെ, ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ, ഇതിപ്പം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഏതാണ്ടൊരു 3 കേസ് മുന്നേ ആയിട്ടാണ് ഇതേപോലെ തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ വീണ്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും കൂടി, ഇത്രയും കാലമായിട്ടും കൂടി ഈ ക്ഷേത്രത്തിന് നേരെയായിട്ടുണ്ടാകുന്ന ഒരു വ്യാപകമായ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്, വീണ്ടും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഇങ്ങനെ ഒരു ഏരിയയിൽ, ഇങ്ങനെയുള്ള ദേശത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആളുകളുടെ ഏതോ ഒരു കൂട്ടം ആളുകളുടെ ആസൂത്രിതമായിട്ടുള്ള നീക്കമായിട്ടാണ് ഇതിനെ ഞങ്ങൾ കാണുന്നത്. അപ്പം ഇതിനകത്ത് ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, ആ ആളുകൾക്കെതിരെയെല്ലാം ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആക്ഷൻ എടുക്കണമെന്നാണ് BJPക്ക് ഈ വിഷയത്തിൽ ആവശ്യപ്പെടാനുള്ളത്. തുടർ നടപടികൾ ഉണ്ടെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. തീർച്ചയായും. എന്തായാലും നമ്മുടെ ഇവിടെ ക്ഷേത്രം ഇവിടെ തുടങ്ങിയതിന് ശേഷം നല്ല ഭംഗിയായിട്ട് നടക്കുന്നതാണ്. ഇപ്പം നാട്ടുകാരുടെ സഹകരണത്തോടു കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ അതിനെ തടസ്സം നിൽക്കാൻ വേണ്ടി ചില സാമൂഹിക വിരുദ്ധർ ചെയ്യുന്ന പരിപാടികളാണ്. ശല്യം ഉള്ളതാണോ? നേരത്തെ പരാതിയായിട്ട് അറിയിച്ചിട്ടുള്ളതാണോ? അതെ, നേരത്തെ വന്നിട്ടുണ്ട്. പോലീസ് ഇവിടെ ഇടയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള മദ്യപാനികളെ ഈ പാറപ്പുറത്ത് വന്നിരുന്ന് മദ്യപിച്ച് അവർക്ക് തോന്നുന്ന രീതിയിലുള്ള പരിപാടികളാണ് ഇവിടെ നടത്തുന്നത്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് ഈ സാമൂഹ്യ വിരുദ്ധരെ ഈ പ്രദേശത്തു നിന്നും അകറ്റി നിർത്തുന്നതിനുള്ള നടപടികൾ വേണമെന്നാണ് ആവശ്യം അല്ലേ? തീർച്ചയായും അതാണ് വേണ്ടത്. അങ്ങനെയുള്ള സുരക്ഷ അടക്കമുള്ള എന്ന് വെച്ചാൽ പൊതുസമൂഹം ഇവിടെ എപ്പോഴും വരുന്നതും പോകുന്ന സ്ഥലമാണ്. എന്ന് വെച്ചാൽ അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. സ്കൂള്, അതുപോലെ തന്നെ 2 സ്കൂളുകളുണ്ട് ഇവിടെ. ഒന്ന് അമൃതാനന്ദ സ്കൂളുണ്ട്, ഒന്ന് ശാന്താനന്ദ സ്കൂളുണ്ട്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, B.Ed കോളേജുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണിത്. ഈ കൂടുതൽ ജനവാസമുള്ള ഈ സ്ഥലമാണ്. ഒപ്പം തന്നെ സ്കൂളുകളടക്കമുള്ള സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് സാമൂഹ്യ വിരുദ്ധരുടെ അക്രമ സംഭവങ്ങൾ അനുവദിക്കാനുമല്ല, അത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർക്ക് ഒപ്പം BJP നേതാക്കൾക്കുമെല്ലാം ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നാണ് പത്തനംതിട്ട പോലീസ് അറിയിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട.